പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി സംസ്ഥാനം. തിരുവോണ ദിനത്തിൽ UDF MPമാർ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സത്യഗ്രഹമിരിക്കും. കർണാടക തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നടപടിയാണ് പാലക്കാട് ഡിവിഷൻ വിഭജനമെന്ന് UDF ആരോപിച്ചു. നാളെ യൂത്ത് കോൺഗ്രസും DYFIയും റെയിൽവേ ഡിവിഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. മംഗലാപുരം മേഖലയെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും വിഭജിക്കാനുള്ള തീരുമാനം അറിയില്ലെന്നാണ് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന. വിജ്ഞാപനം പുറത്തിറക്കിയിട്ടും ഒന്നും അറിയില്ലെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം നുണയെന്നും ഡിവിഷൻ വിഭജനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുമാണ് കേരളത്തിലെ UDF MPമാരുടെ നിലപാട്. തിരുവോണ ദിവസം എടുക്കുന്ന ഉപവാസം നിരാഹാരം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറിയേ പറ്റൂ, റെയിൽവേ ബോർഡ് പിന്മാറിയേ പറ്റൂ. ഈ പാലക്കാട് ഡിവിഷന്റെ ഒരു മേജർ പോർഷൻ അടർത്തി മാറ്റി കൊടുക്കാനിടയായത് ഒറ്റ കാര്യമുള്ളൂ, കർണാടകയിലെ BJPയുടെ താല്പര്യം. ഈ പാലക്കാട് കാലക്രമേണ ഇല്ലാതാക്കി തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിക്കാനുള്ള ഒരു ഹീനമായ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വരുമാനത്തിൽ 60% മംഗലാപുരം മേഖലയിൽ നിന്നാണ്. അതില്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ രൂപം കൊണ്ടുവരണം. പാലക്കാട് ഡിവിഷൻ കീറിമുറിക്കാനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ നീക്കത്തിനെതിരെ നാളെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് യൂത്ത് കോൺഗ്രസും DYFIയും. റിപ്പോർട്ടർ, പാലക്കാട്.